സുരേഷ് ഗോപി നല്ലവൻ, നല്ലവനക്ക് നല്ലവൻ എന്നൊക്കെ പറയില്ലേ. പിന്നെ സുരേഷ് ഗോപിക്ക് ഉള്ള ചെറിയ കുറ്റമെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് BJP ചേർന്നു എന്നുള്ളതാണ്. BJP ചേർന്നതുകൊണ്ടാണല്ലോ MP ആയതും കേന്ദ്രമന്ത്രി ആയതും. വർഷങ്ങളോളം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ UDFിനും കൂടെ നടന്നിട്ട് അവിടെ സീറ്റ് കിട്ടും ഇവിടെ സീറ്റ് കിട്ടും സുരേഷ് ഗോപി ആരും കൊടുത്തില്ല. എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. ആള് മാറി, അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ സുരേഷ് ഗോപിയെ കുറിച്ച് എനിക്ക് എല്ലാ കാലത്തും ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയെ കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് പലർക്കും മൈനസ് പോയിന്റുകൾ ഉണ്ടായിരിക്കാം. തൊഴിലിനെ കുറിച്ച് വായിക്കുന്നു. തൊഴിൽ ചെയ്യുന്നിടത്ത് സുരേഷ് ഗോപിക്ക് അറിയിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് അറിയാവുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം മോശമാണെങ്കിൽ ദേശീയ അവാർഡ് കിട്ടില്ലല്ലോ. കിട്ടുമോ? ജയരാജന്റെ കളിയാട്ടത്തിലൂടെ അവാർഡ് അടിച്ചുകൊണ്ട് വന്നില്ലേ? നിസ്സാര കാര്യമാണോ? ദേശീയ അവാർഡ് വെച്ചാൽ 5-6 സിനിമ മത്സരിക്കുന്നതല്ല. ബേസിക് ആയിട്ട് അയാൾ നല്ലൊരുത്തനാണ്. അപ്പം പിന്നെ ചോദിച്ച ചോദ്യമാണത്, സുരേഷ് ഗോപിയാണോ മമ്മൂട്ടിയാണോ കണക്ക് കൂട്ടുന്നതിൽ മികച്ചു നിൽക്കുന്നത്? നമ്മുടെ കണക്കിന്റെ വിഷയം നമുക്കറിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് എന്താണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ച കണക്ക് വേറൊന്നല്ല. ഈ സിനിമയിൽ ചിലർ പറയാറുണ്ട്, മമ്മൂട്ടി ഈ കഥയിൽ ഇടപെട്ടാൽ ഒരു സിനിമ പരാജയപ്പെടണം തോന്നിയാൽ മമ്മൂട്ടി ഏൽപ്പിച്ചാൽ മതി. മമ്മൂട്ടി ചില നിർദ്ദേശങ്ങളൊക്കെ പറയും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിനിമ ചെയ്താൽ ആ പടം 8 നിലയിൽ പൊട്ടിയിരിക്കും. ഉദാഹരണം നിരവധി എന്ന് പറയുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അത് അന്ധകാലം. ഇപ്പോഴത്തെ മമ്മൂട്ടി അങ്ങനെയല്ല. കണക്ക് കൂട്ടി ശരിക്ക് കൃത്യമായിട്ട് വന്ന് നല്ല നല്ല കഥാപാത്ര സിനിമയും BJP കണ്ടിട്ടുണ്ടല്ലോ. അവിടെ സുരേഷ് ഗോപി ആയിട്ടൊരു കമ്പാരിസൺ ഇല്ല. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞൊന്നും മോശമായിട്ടില്ല. എൻ്റെ ഓർമ്മയിലുള്ളത് ഇവിടെ ലേലം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. അതിന് 2ാം ഭാഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. ലേലത്തിലെ ചാക്കോച്ചി കലക്കിയിട്ടില്ലേ? അത് പോലീസ് വേഷം അല്ല. അപ്പോൾ ജോഷി ചെയ്യുന്ന ആ ലേലത്തിലേക്ക് രഞ്ജി പണിക്കരാണ് എഴുതിട്ടോ.